കൊല്ലത്ത് ഭാര്യയെ തീ കൊളുത്തി കൊന്ന സംഭവത്തിൽ ഭാര്യ അനിലയ്ക്ക് മറ്റു പുരുഷന്മാരുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് അനിലയുടെ കാറിൽ GPS ഘടിപ്പിച്ച ശേഷം അത് തന്റെ മൊബൈൽ ഫോണുമായി ബന്ധിപ്പിച്ചിരുന്നതായി പത്മരാജന്റെ മൊഴി. ഭാര്യയുടെ യാത്രകൾ കണ്ടുപിടിക്കാൻ അവരറിയാതെ ഒരിക്കൽ കാറിന്റെ ഡിക്കിയിൽ കയറിയിരുന്നു, ഒപ്പം യാത്ര ചെയ്തതായും പത്മരാജൻ പോലീസിന് മൊഴി നൽകി. അനിലയുടെ രഹസ്യബന്ധം സംശയിച്ചാണ് അനിലയുടെ കാറിൽ GPS ഘടിപ്പിച്ചത് എന്നും പത്മരാജൻ മൊഴി നൽകി. ഒരു ദിവസം GPS നോക്കിയപ്പോൾ മകളെ സ്കൂളിൽ കൊണ്ടുവിട്ടതിനു ശേഷം 15 മിനിറ്റ് എവിടെയോ തങ്ങിയതായി മനസ്സിലായി. അത് പരിശോധിക്കാൻ ഭാര്യ മകളുമായി പോകുമ്പോൾ ആരും അറിയാതെ കാറിൽ ഡിക്കിയിൽ കയറിയിരുന്നു. താനറിയാതെ മകൾക്ക് മൊബൈൽ ഫോൺ വാങ്ങി നൽകിയെന്നും ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്നും അവരുടെ സംഭാഷണത്തിൽ നിന്ന് അപ്പോഴാണ് മനസ്സിലായതെന്നും മൊഴിയിൽ പറയുന്നു. ഇതേ ചൊല്ലി അനിലയുമായി വാക്കുതർക്കമുണ്ടായി. ഭാര്യ സംസാരിച്ചയാളുടെ ഫോൺ നമ്പർ വാങ്ങി വിളിച്ചപ്പോഴാണ് അത് ഹനീഷ് ലാൽ ആണെന്ന് മനസ്സിലായത്. 2 വർഷം മുൻപ് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് കണ്ട പരിചയമാണെന്നായിരുന്നു അനിലയുടെ മറുപടി. അടുത്തിടെ കടപ്പാക്കട നായേഴ്സ് ആശുപത്രിക്ക് സമീപം അനില ബേക്കറി തുടങ്ങിയപ്പോഴാണ് അതിന്റെ സാമ്പത്തിക പങ്കാളി എന്ന നിലയിൽ ഹനീഷ് ലാലിനെ വീണ്ടും കാണുന്നതെന്നും കട തുടങ്ങുന്ന സമയത്ത് പാർട്ട്ണർഷിപ്പുള്ള വിവരം അനില പറഞ്ഞിരുന്നില്ല എന്നും പത്മരാജൻ മൊഴി നൽകി. പത്മരാജന്റെ ഭാര്യ ഉഷ 2003 ഗർഭിണിയായിരിക്കെ അസുഖം മൂലമാണ് മരിച്ചത്. അടുത്ത വർഷം വീടിനടുത്ത് താമസിക്കുകയായിരുന്ന അനിലയെ വിവാഹം ചെയ്യുകയായിരുന്നു. 10 വർഷം മുൻപ് ആരംഭിച്ച വിനായക കേറ്ററിംഗ് സെന്ററിലൂടെയാണ് പത്മരാജന്റെയും അനിലയുടെയും ജീവിതം മെച്ചപ്പെട്ടു തുടങ്ങിയത്. നല്ല രീതിയിൽ ഇതിന്റെ പ്രവർത്തനം നടന്നുവരവെ കേറ്ററിംഗ് സെന്ററിന്റെ സാമ്പത്തിക കണക്കുകൾ നോക്കുന്ന ചുമതല പൂർണ്ണമായും അനിലയ്ക്ക് പത്മരാജൻ നൽകി. പിന്നീടാണ് സാമ്പത്തിക ഇടപാടുകളിലെ പൊരുത്തക്കേടുകൾ നിഴലിച്ചു തുടങ്ങിയത്. പിന്നാലെ സംശയങ്ങളും ഉടലെടുത്തു. പണം പൂർണ്ണമായും കൈകാര്യം ചെയ്യുന്നത് അനിലയുടെ നിയന്ത്രണത്തിലായതോടെ ഇരുവരും തമ്മിലുള്ള വാക്കേറ്റം വലിയ തർക്കങ്ങളിലേക്ക് കടന്നു. പത്മരാജൻ ഒരിക്കൽ പെട്രോൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് സ്വയം ദേഹത്തൊഴിച്ച് ആത്മഹത്യയ്ക്കുള്ള ശ്രമം നടത്തുന്ന സാഹചര്യമുണ്ടായതായി ബന്ധുക്കൾ പറയുന്നു. അനിലയുടെയും പത്മരാജന്റെയും കുടുംബ ബന്ധത്തിൽ വിള്ളൽ വരുത്താനുണ്ടായ പ്രധാന കാരണങ്ങളിലൊന്ന് സാമ്പത്തിക വിഷയം തന്നെയാണെന്നും നാട്ടുകാർ പറയുന്നു. മൊബൈൽ ഫോൺ അധികം ഉപയോഗിക്കരുതെന്ന് മകളോട് പറയണം. വീട്ടിലെ അലമാരിയിൽ 20,000 രൂപ ഇരിപ്പുണ്ട്. കടയിൽ നിന്ന് 50,000 രൂപ ലഭിക്കാനുണ്ട്. ഇത് രണ്ടും ചേർത്ത് കല്യാണ ആവശ്യത്തിന് ഭക്ഷണം നൽകാൻ അഡ്വാൻസ് നൽകിയ വീട്ടുകാർക്ക് മടക്കി നൽകണം. അവർ പാവങ്ങളാണ്. പഞ്ചായത്ത് അംഗം ആർ സാജിനെ പോലീസ് സ്റ്റേഷനിൽ കണ്ടപ്പോൾ കേറ്ററിംഗ് സ്ഥാപനം നടത്തുന്ന പ്രതി പത്മരാജൻ പറഞ്ഞതിങ്ങനെയാണ്: മകളെ തന്റെ സഹോദരങ്ങൾ സംരക്ഷിക്കും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സഹായിക്കണമെന്നും സാജനോട് പറഞ്ഞു. പത്മരാജനും ഭാര്യയും തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ മധ്യസ്ഥത വഹിച്ചിരുന്നത് സാജനാണ്. ബേക്കറി തുടങ്ങിയതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കത്തിലും സാജനായിരുന്നു ഒത്തുതീർപ്പുണ്ടാക്കിയത്. ഭാര്യയും സുഹൃത്തിനെയും കൊലപ്പെടുത്തിയതിന് കൃത്യമായ ആസൂത്രണമാണ് പ്രതി പത്മരാജൻ നടത്തിയത്. ആൺസുഹൃത്തും അനിലയോടൊപ്പം കാറിലുണ്ടാകുമെന്ന കണക്കുകൂട്ടൽ മാത്രമാണ് പത്മരാജന് തെറ്റിയത്. സംഭവ ദിവസം വൈകിട്ട് 5 മണിയോടെ കൊട്ടിയത്തെ പമ്പിൽ നിന്നും വെളുത്ത കന്നാസിൽ 300 രൂപയ്ക്ക് പത്മരാജൻ പെട്രോൾ വാങ്ങി. വാനിൽ 200 രൂപയ്ക്ക് അടിച്ചു. വീട്ടിൽ മടങ്ങിയെത്തി കന്നാസിൽ നിന്ന് പെട്രോൾ സ്റ്റീൽ തൊട്ടിയിലേക്ക് മാറ്റിയ ശേഷം വാനിന്റെ ഇടത് സീറ്റിൽ വെച്ചു. പിന്നീട് മകളെയും കൂട്ടി ഹോട്ടലിൽ പോയി പൊറോട്ടയും ചിക്കനും വാങ്ങി. മകൾക്കും അമ്മായിയമ്മയ്ക്കുമൊപ്പം അത് കഴിച്ചു. രാത്രി 7:45 വാനിൽ നായേഴ്സ് ജംഗ്ഷന് സമീപത്തെ അനിലയുടെ ബേക്കറിന് സമീപം അവർ കാണാത്ത വിധം പാർക്ക് ചെയ്തു. 8:30 ബേക്കറി പൂട്ടി അനില കാറിൽ കയറിയപ്പോൾ ഹനീഷ് ലാലും ഒപ്പം കയറിയെന്നും കരുതി. അവർ കാണാതെ പിന്തുടർന്നു. ചെമ്മാൻമുക്കിലെത്തിയപ്പോഴാണ് സ്കൂട്ടറിൽ ഹനീഷ് ലാൽ വിമല ഹൃദയ സ്കൂൾ റോഡിലേക്ക് തിരിയുന്നത് കണ്ടത്. ഈ സമയം അനില കാറിന്റെ വേഗം കുറച്ചു. നിമിഷങ്ങൾക്കകം പത്മരാജൻ വാൻ കാറിലിടിച്ചു നിർത്തി. കാറിന്റെ തുറന്നുകിടന്ന ഗ്ലാസിനുള്ളിലൂടെ പെട്രോൾ ഒഴിച്ചു. ഇങ്ങനെയാണ് ഭാര്യയെ പത്മരാജൻ കൊലപ്പെടുത്തിയത്. ചെമ്മാൻമുക്കിന് സമീപം സംഭവസ്ഥലത്തും തെളിവെടുപ്പിനും എത്തിച്ചപ്പോൾ പ്രതിയെ കാണാൻ നാട്ടുകാരും തടിച്ചുകൂടി. പെട്രോൾ കൊണ്ടുവന്ന പാത്രം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി. മുഖം മറയ്ക്കാനോ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നോ ഒഴിഞ്ഞുമാറാനോ ശ്രമിച്ചില്ല. കുറ്റം സമ്മതിച്ചെങ്കിലും കുറ്റബോധം പ്രകടിപ്പിക്കുന്നില്ല. അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ചെയ്തു പോയതാണെന്നും മകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പോൾ കുറ്റബോധം തോന്നുന്നുവെന്നും ചോദ്യം ചെയ്യലിനിടെ പത്മരാജൻ പോലീസിനോട് പറഞ്ഞു. ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ബന്ധുക്കളും മറ്റും പ്രതിയെ കാണാനെത്തിയിരുന്നു. ഭാര്യയും സുഹൃത്തിനെയും കൊലപ്പെടുത്തിയതിന് കൃത്യമായ ആസൂത്രണമാണ് പ്രതി പത്മരാജൻ നടത്തിയത്. ആൺസുഹൃത്തും അനിലയോടൊപ്പം കാറിലുണ്ടാകുമെന്ന കണക്കുകൂട്ടൽ മാത്രമാണ് പത്മരാജന് തെറ്റിയത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.